ഉണർത്തുന്ന കിളികളോടൊന്നു ചേർന്നാർത്തു പാടാ. പുഴയുടെ സംഗീതം ചിറകേറ്റിയെത്തുന്ന കുളിർ കാറ്റിലലിഞ്ഞു ഞാൻ. ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ആശംസിക്കുന്നു. ശുദ്ധമുള്ള വലിയ നോമ്പിലേക്ക് നാം കടക്കുന്നതായി ഈ അവസരത്തിൽ ഓരോ ദിവസത്തെയും നമ്മുടെ ചിന്തയിലേക്ക് നമുക്ക് ഓരോ സൽഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് പകർത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളിൽ ഇപ്രകാരം കാണുവാനായിട്ട് സാധിക്കും. വ്യാജവർത്തമാനം പരത്തരുത്, കള്ളസാക്ഷിയായിരിക്കാൻ ദുഷ്ടനോടുകൂടെ ചേരരുത്, ബഹുജനത്തെ അനുസരിച്ച് ദോഷം ചെയ്യരുത് എന്ന്. സമൂഹത്തിലെ എല്ലാ തലത്തിലുമുള്ളവരിലും പരക്കെ കാണുന്ന ഒരു ദുശീലമാണ് പരദൂഷണം എന്ന് പറയുന്നത്. രണ്ടുപേർ ഒത്തുചേരുമ്പോൾ മൂന്നാമതൊരാളിനെ ദുഷിക്കുകയും അവനെക്കുറിച്ച് മോശമായിട്ട് പറയുകയും ചെയ്യുന്നതായ ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിൽ വളരെ കാണുന്നതായ ഒരു സംഭവമാണല്ലോ. ആത്മീയ നേതാക്കൾ എന്ന് കരുതുന്നവർ പോലും ഈ രോഗത്തിന് അടിമകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പരദൂഷണം ഒരുപക്ഷെ പറയാത്തവർ പോലും അത് കേട്ട് രസിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു എന്ന് വരാം. ഒരാളിൻ്റെ ഗുണങ്ങളെപ്പറ്റി പ്രശംസിക്കുന്ന സ്വഭാവം വളരെ ദുർലഭമായിട്ടാണ് നമുക്ക് സമൂഹത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. നേരെ മറിച്ച് പോരായ്മകളെ പെരുപ്പിച്ചു കാട്ടി അതിൽ ആഹ്ലാദം കൊള്ളുവാനും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതുമാണ് സമൂഹത്തിൽ ഭൂരിപക്ഷം ആളുകളും ഇഷ്ടപ്പെടുന്നത്. കുറേ സുഹൃത്തുക്കൾ ഒത്തുചേർന്ന് സംസാരിക്കുകയായിരുന്നു. അന്യരുടെ ദൂഷ്യങ്ങൾ ഒന്ന് പറഞ്ഞ് രസിക്കുകയായിരുന്നു അവരുടെ മുഖ്യ വിനോദം. നേരം കുറേ ആയപ്പോൾ അവർ ഓരോരുത്തരായി പോയി തുടങ്ങി. ഒരാൾ പോകുമ്പോൾ അയാളെപ്പറ്റിയാവും മറ്റുള്ളവരുടെ ചർച്ച. അങ്ങനെ പോയി ഒരാൾ മാത്രമായിട്ട് അവശേഷിച്ചു. എന്താ പോകാറായില്ലേ എന്ന് മറ്റൊരു സുഹൃത്ത് ചോദിച്ചപ്പോൾ അയാൾ മറുപടി പറഞ്ഞു, ഞാൻ മനഃപൂർവ്വം താമസിക്കുകയായിരുന്നു. ഒടുവിൽ പോകുന്നത് ഞാനായാൽ പിന്നെ എന്നെപ്പറ്റി ദൂഷ്യം പറയുവാൻ ആരുമുണ്ടാവില്ലല്ലോ എന്ന് കരുതിയാണ് താമസിച്ചത്. സമൂഹത്തിൽ സാധാരണമായി സംഭവിക്കുന്ന ഒന്നിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നുണ്ട്. പരദൂഷണത്തിനുള്ള പ്രേരണ എങ്ങനെയുണ്ടാകുന്നു? നന്മയേക്കാൾ അധികം തിന്മയെ സ്നേഹിക്കുവാനാണ് നമ്മുടെ പ്രേരണ. അതുകൊണ്ട് തന്നെ തിന്മയെക്കുറിച്ച് പറയുന്നതും ചർച്ച ചെയ്യുന്നതും നാം ഏറെ ഇഷ്ടപ്പെടുന്നു. അസൂയയിൽ നിന്ന് പരദൂഷണം ഉയരാം. നമ്മേക്കാൾ മെച്ചപ്പെട്ട അനുഭവമോ നിലവാരമോ മറ്റൊരാളിൽ കണ്ടാൽ അസൂയ നിറഞ്ഞ നാം അയാളുടെ ദോഷവശങ്ങളെ ഉയർത്തിപ്പിടിക്കുവാൻ വെമ്പൽ കൊള്ളുന്നു. നമുക്കിഷ്ടപ്പെടാത്ത പ്രവൃത്തി ചെയ്യുന്നവരെ നേരെ ഇഷ്ടപ്പെടാത്ത പ്രവൃത്തി ചെയ്യുന്നവരുടെ നേരെ നമുക്ക് അമർഷം തോന്നാം. അവരുടെ നിലയിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ നോക്കിക്കാണുവാനോ ചിന്തിക്കുവാനോ ഉള്ള സന്മനസ് നമ്മിൽ ഉണ്ടായെന്ന് വരില്ല. അവരുടെ സാഹചര്യത്തെ ശരിയായി മനസ്സിലാക്കുവാൻ ശ്രമിക്കാതെ നമ്മുടെ അമർഷം അവരുടെ മേൽ ചെളിവാരി എറിയുവാൻ പ്രേരിപ്പിക്കുന്നു. എത്ര കണ്ട് ചെളിവാരി എറിയുന്നതിൽ വിജയിക്കുന്നു അത്ര കണ്ട് സംതൃപ്തി നമ്മുടെ മനസ്സിലുണ്ടാവും. സംസ്കാര സമ്പന്നരെന്നും സന്മാർഗ നിരതരെന്നും കരുതുന്നവരിൽ പോലും കാണുന്ന ദുശീലമാണ് ഇത്. തങ്ങളുടെ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവരിൽ പ്രത്യേകിച്ച് മെച്ചമൊന്നും അവർക്ക് ലഭിക്കുന്നില്ലെങ്കിൽ കൂടി മറ്റുള്ളവരെ ഇടിച്ചു താഴ്ത്തുന്നതും ദുഷിച്ചു പറയുന്നതും മാനസിക സംതൃപ്തി അവരിൽ ഉളവാക്കുന്നു. അങ്ങനെ ചെയ്യുന്നത് തങ്ങളുടെ കടമയാണെന്ന് കൂടി കരുതുന്നവരുണ്ട്. പരദൂഷണത്തിൽ ഏർപ്പെടുമ്പോൾ കേൾക്കുന്നവർ അതിൽ രസിക്കുമെങ്കിൽ കൂടുതൽ ഉത്സാഹമായി പൊടുപ്പും തൊങ്ങലും വെച്ച് കൂടുതൽ പറയുവാൻ പ്രേരണയാകും. പക്ഷെ നമ്മെപ്പറ്റി മറ്റുള്ളവർ ധരിക്കുന്നതും ചിന്തിക്കുന്നതും എന്താണെന്ന് നാം ഓർക്കാറില്ല. പുച്ഛമല്ലാതെ ബഹുമാനം അവർക്കുണ്ടാവുകയുമില്ല. നാം ആദരിക്കുന്ന മഹാത്മാക്കൾ ഈ ദുർഗുണത്തിൽ നിന്നും തികച്ചും വിമുക്തരായിരുന്നു. മഹാത്മാഗാന്ധിയിൽ നിന്ന് അന്യനെ ദുഷിക്കുന്ന ഒരു വാക്കുപോലും പുറപ്പെട്ടിരുന്നില്ല. അറിയാവുന്ന ഒരു ആത്മീയ പിതാവ് പരദൂഷണത്തിന് ഒരുമ്പെടുന്നവരെ നിരുത്സാഹപ്പെടുത്തുകയും ശാസിക്കുകയും ചെയ്യുമായിരുന്നു. ഈ ദുർവ്യാധിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ കർശനമായ ആത്മീയ നിയന്ത്രണം പാലിച്ചേ മതിയാവൂ. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ ദിവസേനയുള്ള പ്രാർത്ഥന ഒരാളെപ്പറ്റിയും ദൂഷ്യം പറയുവാനുള്ള വാസന എന്നിൽ ഉണ്ടാകാതെ ഇരിക്കട്ടെ എന്നുള്ളതായിരുന്നു. ഈ നോമ്പിൻ്റെ കാലയളവിൽ കൂടി നാം കടന്നു പോകുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇത് നമ്മുടെയും പ്രാർത്ഥനയാക്കി മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അപ്പോൾ മനഃശാന്തിയും മറ്റുള്ളവരുടെ സ്നേഹാദരവുകളും ആർജിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏവർക്കും ശുഭകരമായ ഒരു ആഴ്ച നേർന്നുകൊണ്ട് ഏവർക്കും വലിയ നോമ്പിൻ്റെ എല്ലാ ഭാവുകങ്ങളും ആശംസകളും പ്രാർത്ഥനാ മംഗളങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.